സഭ ഞങ്ങളോട് വിളിച്ച് സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഇപ്പോൾ 7 ദിവസം ഞാനിവിടെ വന്നിട്ട് നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ മാനുഷിക പരിഗണന കൊടുത്തുകൊണ്ട് എന്തിനീ ഒരു രാഷ്ട്രീയം? വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ കാര്യങ്ങളിൽ സഭ മുന്നോട്ട് പോകേണ്ടത് എന്ന് ഒരു തിരിച്ചറിവ് ലഭിച്ചു എന്നുള്ളത് ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. അവരുടെ സഹോദരങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെയാണ്. ഞങ്ങൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം എല്ലാം ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ അവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനുവേണ്ടി ആത്മാർത്ഥമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ആഭാസ നാടകം ദയവ് ചെയ്ത് BJP നേതാക്കൾ ആടരുത്. രാജീവ് ചന്ദ്രശേഖരനൊക്കെ നമ്മുടെ ഒരു സ്നേഹിതനാണ്. പക്ഷെ അദ്ദേഹം ഒന്നും ഇതുപോലുള്ള ഒരു വൃത്തികെട്ട കളിയിൽ ഭാഗമാക്കാറില്ല. ഒൻപത് ദിവസത്തെ കാരാഗൃഹവാസത്തിന് ശേഷം കന്യാസ്ത്രീകൾ ജയിൽ മോചിതർ. ആശ്വാസത്തിനിടെയുള്ള അവകാശവാദങ്ങൾ തുടരുകയാണ്. രാഷ്ട്രീയ നാടകമുണ്ടായെന്ന് BJPയും രാഷ്ട്രീയ വേട്ടയുണ്ടായെന്ന് CPMഉം കോൺഗ്രസും. നമ്മളോടൊപ്പം അതിഥികൾ ശ്രീമതി റേജി സിജോ, ഈ കന്യാസ്ത്രീ പ്രീതിയുടെ സഹോദരിയാണ്. ഫാദർ ഫിലിപ്പ് കവേൽ, കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധി. ശ്രീ TP ജയേന്ദ്രൻ മാസ്റ്റർ BJPയിൽ നിന്ന്, ശ്രീ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ നിന്ന്, അഡ്വക്കേറ്റ് അനിൽകുമാർ CPMൽ നിന്ന്. ശ്രീ TP ജയേന്ദ്രൻ മാസ്റ്റർ, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാം. ശ്രീ ജയേന്ദ്ര മാസ്റ്റർ, രാഷ്ട്രീയ നാടകം ഉണ്ടായിരുന്നില്ലെങ്കിൽ 3 ദിവസം മുൻപ് തന്നെ ഈ കന്യാസ്ത്രീകളുടെ മോചനം സാധ്യമാകുമായിരുന്നു എന്നാണ് ഇന്നിപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഛത്തീസ്ഗഡിലെത്തി പറഞ്ഞത്. എന്താണ് കന്യാസ്ത്രീകളുടെ മോചനത്തിന് വിഘാതമായി നിന്ന ആ രാഷ്ട്രീയ നാടകം? മാധു, സമാനമായ സംഭവങ്ങൾ ഇതേ സംസ്ഥാനത്ത് 1922 ഉണ്ടായപ്പോൾ മാസങ്ങളോളം പ്രതികൾ എന്നാരോപിക്കപ്പെടുന്നവർ ജയിലിൽ കിടക്കുകയും അവർ ക്രൂരമായ പീഡനത്തിന് ഇരയായതായി അവർ കോൺഗ്രസ് ഭരണകാലത്ത് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ തവണ ഈ വിഷയത്തിൽ ഇന്ന് അവകാശവാദം ഉന്നയിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലോ മാധ്യമപ്രവർത്തനങ്ങളിലോ പെട്ട ഏതെങ്കിലും ഒരു കക്ഷി നിയമപരമായോ സാങ്കേതികമായോ ഇവരുടെ മോചനത്തിനു വേണ്ടി എന്തെങ്കിലും പ്രവർത്തനം തുടങ്ങിയതായിട്ട് നമ്മുടെ അറിവിലില്ല. മാത്രമല്ല, ഇവർ ബെയിൽ പരിഗണിക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം അതുവരെ അനങ്ങാതിരുന്ന കേരളത്തിലെ ഇടത് വലത് മുന്നണികളിൽപ്പെട്ടവർ വളരെ കൃത്യമായിട്ട് ചെയ്ത് നമ്മൾ കണ്ടു. അവർ ജയിലിൻ്റെ മുമ്പിൽ ചെന്ന് വലിയ നാടകങ്ങൾ, വളരെ പ്രകോപനപരമായ പ്രവർത്തനങ്ങൾ അവിടെ നടത്തി. ഇത്തരം പ്രകോപനങ്ങൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നീതിന്യായ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഇത്തരം വാർത്തകളും സംഭവങ്ങളും ഒക്കെ കേൾക്കുന്നവരാണ്. ആ തരത്തിൽ നാടകം നടക്കുക, പ്രകോപിപ്പിക്കുക, ആത്മാർത്ഥമായിട്ട് ഇവരെ വീണ്ടും കൂടുതൽ കാലം ജയിലിൽ കിടക്കാൻ അനുവദിക്കുക, അല്ലെങ്കിൽ അത്തരമൊരു താല്പര്യമുണ്ടാക്കുക. അതിനപ്പുറത്തേക്ക് ഇവരേതെങ്കിലും ഒരു കക്ഷി ഈ ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ ഇത്തരത്തിൽ കുറ്റാരോപിതരായ ഈ കന്യാസ്ത്രീകളെയും അതിന് ബന്ധപ്പെട്ടവരെയും സഹായിക്കാൻ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, ഒരു വക്കീലിനെയോ ഒരു നിയമജ്ഞനെയോ അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്തില്ലെന്ന് മാത്രമല്ല, വളരെ കൃത്യമായിട്ട് പ്രകോപനം സൃഷ്ടിക്കാനും അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാനും ജഡ്ജിമാരെയും വക്കീലന്മാരെയും സമ്മർദ്ദത്തിലാക്കാനുമായി നടത്തിയ പ്രവർത്തനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് എന്നിട്ടും ഇന്ന് നമ്മൾ ഒരു കാര്യം അറിയാം, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും കേരളത്തിൽ നിന്നും വളരെ കൃത്യമായിട്ട് ഇപ്പോൾ മാതൃഭൂമി തന്നെ സംപ്രേഷണം ചെയ്തു. ഇതിന് ഇരയാക്കപ്പെട്ടവരുടെ ബന്ധുക്കൾ, ബന്ധപ്പെട്ട ഇന്നലെ വരെ ഞങ്ങളെ വിമർശിച്ചിരുന്ന മതമേലധ്യക്ഷന്മാർ, ഇവരൊക്കെ വളരെ കൃത്യമായിട്ട് അവരാരാണ് അവരെ സഹായിച്ചത്, ആരുടെ ഭാഗത്തു നിന്നാണ് അവർക്ക് സഹായം കിട്ടിയെന്ന കാര്യങ്ങൾ പറഞ്ഞു. മാത്രവുമല്ല, അത് പറയുന്നവരെ കേരളത്തിൽ എങ്ങനെയാണ് നേരിടുക എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ബിന്ദുവിൻ്റെ പ്രസ്താവനയും അറിയാം. സത്യം പറഞ്ഞാൽ, നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാൽ ഏത് തരത്തിലാണ് മതമേലധ്യക്ഷന്മാരെയും മെത്രാന്മാരെയും ഒക്കെ ഞങ്ങൾ വേട്ടയാടുക, ഞങ്ങളുടെ ഇംഗിതത്തിന് നിന്നിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ നേരിടേണ്ടി വരിക എന്നുള്ളതിൻ്റെ കൃത്യമായ ദൃഷ്ടാന്തമാണ് ബിന്ദു ഇന്ന് നമ്മുടെ മുമ്പാകെ ബഹുമാനപ്പെട്ട മന്ത്രി ബിന്ദു ഇന്ന് ആന്ത്രൂസ് താഴത്തിനെ വളരെ അപഹാസ്യമായ രൂപത്തിൽ ഭീഷണിപ്പെടുത്താനും ഒക്കെ ചെയ്തതിൻ്റെ അർത്ഥം. അതൊക്കെ തന്നെ കാണിക്കുന്നത് ആത്മാർത്ഥയുടെ സമീപനമായിരുന്നില്ല കേരളത്തിലെ ഇടതു മുന്നിലുണ്ടായത്. ശരി, ശ്രീ TP ജയേന്ദ്ര മാസ്റ്റർ, അതായത് ആദ്യ സമയത്ത് ഈ വിചാരണ കോടതി ജാമ്യ ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഛത്തീസ്ഗഡ് സർക്കാർ സ്വീകരിച്ച നിലപാട് ജാമ്യം കൊടുക്കരുത് എന്നാണ്. അന്ന് അനിൽ ആന്റണി ഇവിടെ നിന്ന് പോവുകയും
കോടതിയുടെ മുന്നിൽ നിന്ന് ഛത്തീസ്ഗഡ് സർക്കാർ ഇതിനെ എതിർക്കില്ല എന്ന് പറയുകയും ചെയ്തു. പക്ഷെ പ്രോസിക്യൂഷൻ എതിർത്തു. അങ്ങനെയാണ് ആ ജാമ്യ നിഷേധം ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ, അങ്ങ് ആ ചോദ്യം കേൾക്കാഞ്ഞിട്ടല്ല, സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞൊരു കാര്യം, രാഷ്ട്രീയ നാടകം ഉണ്ടായതിന്റെ പേരിലാണ് 3 ദിവസം മുൻപ് ജയിൽ മോചനം സാധ്യമാകാതിരുന്നത് എന്നാണ്. കോടതിക്ക് മുന്നിൽ ആരെങ്കിലും പ്രകോപനപരമായ പെരുമാറ്റം നടത്തിയിട്ടുണ്ടോ? അങ്ങനെ നടത്തിയാൽ തന്നെ അത് കോടതിയെ ബാധിക്കുമോ? അത് നീതിന്യായ സംവിധാനം പ്രവർത്തിക്കുന്ന രീതിയെ തന്നെ വില കുറച്ച് കാണലിന് തുല്യമാണ്. ഇനി അങ്ങനെ ആരെങ്കിലും മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ബജ്രംഗദൾ പ്രവർത്തകരുടെ ഒരു ആഘോഷ പ്രകടനത്തിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ഇനി എന്തു തന്നെ സംഭവിച്ചാലും അവിടെ നടന്ന രാഷ്ട്രീയ നാടകം എന്താണ്? ഞാൻ പറഞ്ഞില്ലേ മാധു? ഇല്ല, പറഞ്ഞില്ല. കേരളത്തിൽ മുതലക്കണ്ണീരൊഴുക്കുന്നവർ, ഈ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി വാദിക്കുന്നവർ, തിരിച്ച് ഞാൻ മാധുവിനോട് ചോദിക്കും, ഇവർ എന്ത് സഹായമാണ് മാധു ഈ കന്യാസ്ത്രീയുടെ മോചനത്തിന് വേണ്ടി അവർ ചെയ്തത്? ശരി, ഒരു സഹായം ചെയ്തില്ല എന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷേ മോചനത്തിന് വിഘാതമായി പ്രവർത്തിച്ച രാഷ്ട്രീയ നാടകം എന്താണ്? ആരുടെ ഭാഗത്തു നിന്നായിരുന്നു? 4 ദിവസം മുമ്പ് കോടതിയുടെ മുമ്പിൽ ജാമ്യ ഹർജി പരിചയിക്കും തൊട്ട് മുമ്പ് അവിടെ വലിയ രാഷ്ട്രീയ പ്രകോപനം ഉണ്ടാക്കി. MP-മാരും അവിടെ ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും ജയിപ്പിക്കാൻ ശക്തിയില്ലാത്തവർ, അവിടുത്തെ 35 MLA-മാരുണ്ടായിട്ട് ഒരു MLA-യുടെ പിന്തുണ പോലും ഇല്ലാതെ സമരത്തിന് അവർ ഇറങ്ങാത്ത പ്രദേശത്തുള്ളവർ, സഹായിക്കാത്തവർ, ഇതിന് ഗവൺമെന്റിനൊപ്പം നിന്നവർ, എന്തിന് അവിടുത്തെ KPCC-യുടെ അധ്യക്ഷന്റെ പ്രസ്താവന പോലും നമ്മുടെ മുമ്പിലുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ നിയമം ഉണ്ടാക്കിയത്? ഈ നിയമം പക്ഷെ അതല്ല ഞാൻ ചോദിച്ചത്. അവിടെയുള്ള ആളുകളുടെ പ്രതികരണമല്ല ഞാൻ ചോദിച്ചത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ രാഷ്ട്രീയ നാടകം എന്താണ്, അത് ആരു നടത്തി എന്നാണ്. 3 തവണയിൽ കൂടുതലൊക്കെ ഒരു ചോദ്യം ചോദിക്കേണ്ടി വരിക എന്ന് പറയുന്നത് കഷ്ടമല്ലേ? മാധു, ഞാൻ പറഞ്ഞില്ലേ, ജയിലിന്റെ മുമ്പിൽ വന്ന് അവിടുത്തെ മാധ്യമങ്ങളെയും അവിടുത്തെ മറ്റുള്ളവരെയും ജഡ്ജിമാരെയും ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ അവർ പ്രകോപനം ഉണ്ടാക്കി, രാഷ്ട്രീയ നാടകം കളിച്ചു. അവരുടെ സഹായം നൽകിയില്ലെന്ന് മാത്രമല്ല, ഈ തരം നാടകങ്ങൾ ഇതൊക്കെ മീഡിയയിൽ വരികയും ഇതൊക്കെ ബന്ധപ്പെട്ട കക്ഷികൾ വരികയും ചെയ്യില്ലേ? ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നിന്ന് പോയ കേരളത്തിലെ കോൺഗ്രസിന്റെയും CPM-ന്റെയും MP-മാരാണോ? കേരളത്തിൽ നിന്നും പോയ രാഷ്ട്രീയ നേതാക്കന്മാരും ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും MP-മാരും ഒക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടില്ലേ? ശരി, ഓക്കെ. ശരി, അല്ല, എനിക്ക് സംശയമുണ്ടോ എന്നുള്ളതല്ല ഞാൻ ചോദിച്ചത്. അങ്ങേക്ക് സംശയം ഉണ്ടാകില്ലായിരിക്കാം. പക്ഷേ അവരാണ് ഈ രാഷ്ട്രീയ നാടകം നടത്തിയത്. അതിന്റെ പേരിലാണ് ഈ 3 ദിവസം കഴിഞ്ഞ് 3 ദിവസം മുൻപ് പുറത്തിറങ്ങേണ്ടിയിരുന്ന സന്യാസിനിമാർ അവിടെ ജയിലിൽ തുടർന്നത് എന്നാണ് അങ്ങ് പറഞ്ഞത്. അപ്പോൾ അങ്ങേക്ക് ഛത്തീസ്ഗഡിലെ കോടതികൾ മുന്നോട്ട് പോകുന്ന രീതിയെക്കുറിച്ച് തീർത്ത അവമതിപ്പാണോ ഉള്ളത്? കോടതിക്ക് മുന്നിൽ നടക്കുന്ന പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ അത്തരം നാടകങ്ങളോ പരിഗണിച്ചാണോ കോടതികൾ വിധി പറയുക? മുന്നിൽ വരുന്ന തെളിവുകളോ കേസിന്റെ മെറിറ്റോ പരിഗണിക്കാതെ? അത് മാധുവിന്റെ വ്യാഖ്യാനം. ഇന്നലെ വരെ കേരളത്തിലെ മീഡിയകൾ ഈ രീതിയിലായിരുന്നില്ലല്ലോ മാധു. നമ്മൾ ഈ രീതിയിൽ തന്നെയാണ് തുടങ്ങിയിട്ടേ ഉള്ളൂ. രീതി ഒന്നും നമുക്ക് മനസ്സിലാക്കാനായില്ലല്ലോ. പക്ഷേ അതല്ല, ഒരു കോടതി വിധി പറയുന്നത് കോടതിക്ക് മുന്നിൽ നടക്കുന്ന രാഷ്ട്രീയ നാടകങ്ങൾ കണ്ടാണോ, കോടതിക്കുള്ളിൽ നടക്കുന്ന വാദപ്രതിവാദങ്ങൾ കേട്ടാണോ? അങ്ങനെയല്ലേ ഛത്തീസ്ഗഡിൽ? ഇതെന്താ മറ്റെന്തെങ്കിലും റിപ്പബ്ലിക്കാണോ? സാധാരണഗതിയിൽ നിയമവ്യവസ്ഥിതി പ്രവർത്തിക്കേണ്ടത് അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്. മാധു, വളരെ കൃത്യമായിട്ട് നമ്മുടെ നിരവധി ഉദാഹരണങ്ങളില്ലേ? നോക്കൂ, ഈ ചർച്ച ചെയ്യുന്ന ആങ്കർമാരുടെ താല്പര്യം പോലും എന്താണ്? കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയെയും ഛത്തീസ്ഗഡ് ഗവൺമെന്റിനെയും കേന്ദ്ര ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിൽ കയറ്റാൻ, അവിടെ നടക്കാത്ത കാര്യങ്ങൾ നടന്നു എന്ന് പറയാൻ, പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ ശക്തമായ നിലപാടെടുത്തു എന്ന് പച്ചക്കള്ളം പറയുകയും, കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ വക്കീൽ പുറത്തു വന്ന് വളരെ മൃദുവായ സമീപനമാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ സ്വീകരിച്ചത് എന്ന് ഇന്നലെ പറഞ്ഞപ്പോൾ അതുപോലും മറച്ചു വെച്ചുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങളുടെ ചർച്ച എന്തായിരുന്നു? മാധു, വളരെ കൃത്യമായിട്ട് ഞാൻ പറയും, മാധ്യമങ്ങൾക്ക് കേരളത്തിൽ പ്രത്യേക താല്പര്യം. മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നു എന്നല്ല ഞാൻ ചോദിച്ചത്, കോടതി എന്ത് ചെയ്യുന്നു എന്നാണ്. മറ്റു കാര്യം മാധ്യമങ്ങളുടെ കാര്യം, ആങ്കർമാരുടെ രീതി എന്നൊക്കെ പറഞ്ഞ് പ്രകോപനം ഉണ്ടാക്കിയാൽ ആ ചോദ്യം അവിടെ ഇല്ലാതാവുകയില്ല. ഞാൻ അങ്ങയോട് 5ാമത്തെ തവണയും ചോദിക്കുന്നു. അല്ല, ശ്രീ ടി പി ചന്ദ്ര മാസ്റ്റർ, ഛത്തീസ്ഗഡിലെ കോടതികൾ കോടതിക്ക് മുന്നിൽ നടക്കുന്ന പ്രതിഷേധങ്ങളോ പ്രകടനങ്ങളോ കണ്ടാണോ വിധി പറയുക, അതോ ആ കേസിന്റെ മെറിറ്റും അവിടെ ഉയരുന്ന വാദങ്ങളും പരിഗണിച്ചാണോ വിധി പറയുക?
സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ അറിയാലോ, കേരളത്തിൽ നടക്കുന്ന പല വിധികളിലും പത്രമാധ്യമങ്ങളിൽ വന്ന വാർത്തകളെക്കുറിച്ചും അതിൻ്റെ പ്രതികരണങ്ങളെക്കുറിച്ചും ദൃശ്യമാധ്യമങ്ങളിലെ ചർച്ചകളെക്കുറിച്ചും ഒക്കെ കേരളത്തിലെ ജഡ്ജിമാർ പരാമർശിച്ച ചരിത്രമില്ലേ? പരാമർശങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലല്ല കേരളത്തിലെ ഒരു കോടതിയും വിധി പറയുക എന്ന് എനിക്ക് അറിവുള്ളതാണ്. ഛത്തീസ്ഗഡിലെ കോടതിയും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് കീഴിൽ വരുന്നതിനാൽ അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് വിരുദ്ധമായി അങ്ങ് പറഞ്ഞതിനാലാണ് ഞാൻ ആ കാര്യം എടുത്തു ചോദിക്കുന്നത്. ശ്രീ ടി പി ജയേന്ദ്ര മാസ്റ്റർ, ഛത്തീസ്ഗഡിലെ കോടതിയുടെ മുന്നിൽ നടന്ന രാഷ്ട്രീയ നാടകങ്ങൾ കണ്ടാണോ കോടതി വിധി പറഞ്ഞത്, അതോ അതിനുള്ളിൽ വന്ന കേസിലെ മെറിറ്റും അതിലെ വാദങ്ങളും കണ്ടാണോ? മാധു, കേരളത്തിലെ ജഡ്ജിമാർ, കേരളത്തിലെ ജഡ്ജിമാരല്ല, ഛത്തീസ്ഗഡിലെ പശ്ചാത്തലം, ഈ കേസുമായി ഉയർന്ന കാര്യങ്ങൾ, ഈ കേസിൽ ജാമ്യം നിഷേധിച്ചത്, ജാമ്യം നിഷേധിക്കാനുള്ള കാരണം ഛത്തീസ്ഗഡിലെ കോടതിക്ക് മുന്നിൽ നടന്ന രാഷ്ട്രീയ നാടകങ്ങളാണ് എന്ന് അങ്ങയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. അങ്ങ് പറഞ്ഞു ഇവിടെ നിന്ന് പോയ എംപിമാർ അവിടെ നടത്തിയ പ്രതിഷേധത്തിന്റെ പേരിലാണ് എന്ന്. ഞാൻ വീണ്ടും ശ്രീ ടി പി ജയേന്ദ്ര മാസ്റ്റർ അങ്ങയോട് ചോദിക്കുന്നു, ഛത്തീസ്ഗഡിലെ കോടതികൾ, BJP ഭരിക്കുന്ന സംസ്ഥാനത്തെ കോടതികൾ, കോടതിക്കുള്ളിൽ വരുന്ന കേസും അതിന്റെ മെറിറ്റും അതിന്റെ വാദങ്ങളും കേട്ടാണോ, കോടതിക്ക് മുന്നിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ കണ്ടാണോ വിധി പറയുക? മാധു ചോദിച്ച ഒറ്റ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, അതിനുശേഷം ഞാൻ ഇതിലേക്ക് വരാം. മറുപടി ഇല്ലെങ്കിൽ കേരളത്തിലെ ചില കേസുകളിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ മെറിറ്റ് നോക്കി പറയുന്ന ജഡ്ജിമാർ പരാമർശിക്കുന്നത് എന്ത് പശ്ചാത്തലത്തിലാണ്? ഒരു കേസിൽ പരാമർശം നടത്തുന്നത് കൃത്യമാണ്. ഇതിപ്പോ മാതൃഭൂമി ന്യൂസിലെ അതെങ്ങനെയാ ശരിയാവാ? അവിടെ നടക്കുന്ന വാദങ്ങൾ, പുറത്തു നടക്കുന്ന ബഹളങ്ങൾ, ബഹുജന വികാരങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് മതി. പക്ഷെ അവരെ സ്വാധീനിക്കുകയല്ല, അത് അല്പമാർ നീട്ടിക്കൊണ്ടു പോകുന്നു. ഒന്നാമത്തെ ഘട്ടത്തിൽ ന്യായവിരുദ്ധവും നീതിവിരുദ്ധവും നിയമവിരുദ്ധവുമായ കാര്യമാണ്. പുറത്ത് എന്തൊക്കെ തന്നെ പ്രതിഷേധങ്ങൾ നടന്നാലും മുന്നിൽ വരുന്ന കേസിന്റെ നീതിയും ന്യായവും ന്യായയുക്തമാണോ നീതിയുക്തമാണോ എന്ന് നോക്കിയാണ് കോടതികൾ വിധി പറയുക എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനയും നമ്മുടെ നിയമവും അനുശാസിക്കുന്നത്. അങ്ങും അങ്ങയുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും പറയുകയാണ് രാഷ്ട്രീയ നാടകങ്ങൾ കണ്ടാണ് കോടതി വിധി പറഞ്ഞത് എന്ന്. അത് എന്ത് റിപ്പബ്ലിക്കാണ്? അത് ഈ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് കീഴിൽ വരുന്ന വ്യവസ്ഥിതിയെ അല്ലേ? മാധു, എവിടെയാണ് അത് കണ്ടാണ് വിധി പറഞ്ഞത് എന്ന് പറഞ്ഞത്? എന്നങ്ങ് പറഞ്ഞു. ഞാൻ ചോദിച്ചു 3 ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വരേണ്ടതായിരുന്നു കന്യാസ്ത്രീമാർ. അത് രാഷ്ട്രീയ അല്ലല്ല, ഞാൻ കൃത്യമായി പറയാൻ തയ്യാറാണ് ശ്രീ ടി പി ജയേന്ദ്ര മാസ്റ്റർ. 3 ദിവസം മുൻപ് കാരാഗൃഹത്തിന് പുറത്തു വരേണ്ടവരായിരുന്നു കന്യാസ്ത്രീകൾ. ചില രാഷ്ട്രീയ നാടകങ്ങൾ കാരണമാണ് അതുണ്ടാകാതെ പോയത് എന്ന് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതിന്റെ കാരണം എന്താണ്? എന്തു രാഷ്ട്രീയ നാടകം ആര് നടത്തിയെന്ന് ഞാൻ അങ്ങയോട് ചോദിച്ചു. അങ്ങ് പറഞ്ഞു കേരളത്തിൽ നിന്ന് പോയ എംപിമാർ, CPM-ന്റെയും കോൺഗ്രസിന്റെയും എംപിമാർ വളരെ പ്രകോപനപരമായി അവിടുത്തെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അവിടുത്തെ ജഡ്ജിമാരെയും അഭിഭാഷകരെയും സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിൽ അവിടെ പ്രതിഷേധങ്ങൾ നടത്തി, അതുകൊണ്ടായിരിക്കാം എന്നങ്ങ് പറഞ്ഞു. അതാണ് ഞാൻ ചോദിച്ചത്. കോടതിക്ക് മുന്നിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ കോടതിക്ക് മുന്നിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ സമ്മർദ്ദത്തിൽപ്പെടുന്ന, അതിന്റെ പേരിൽ വിധി എഴുതുന്ന സംവിധാനമാണോ അവിടെ നീതി നിയമ വ്യവസ്ഥയുടെ കീഴിലുള്ളത് എന്ന്. ഞാൻ അതിന് തിരിച്ച് ഞങ്ങളോട് ചോദിച്ചു, കേരളത്തിലെ ജഡ്ജിമാർ കേരളത്തിലെ കേസ് പരിഗണിക്കുമ്പോൾ മാധ്യമങ്ങളിൽ വന്ന ചർച്ചകളും മാധ്യമ വാർത്തകളും ഏത് സാഹചര്യത്തിലാണ് പരാമർശിക്കുന്നത് എന്ന് മാധു വിശദീകരിക്കാത്തത് എന്താ? ഞാൻ ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ കാരാഗൃഹത്തിൽപ്പെട്ടതും അവർക്ക് ജാമ്യം നിഷേധിക്കപ്പെട്ടതും പിന്നീട് ജാമ്യം കിട്ടിയതുമായ വിഷയമാണ് ഈ ചർച്ചയ്ക്ക് വിഷയമായി എടുത്തത്, അങ്ങയെ ക്ഷണിച്ചത് എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല, ഏതെങ്കിലും ഒരു കോടതി കേരളത്തിലെ ഒരു മാധ്യമം ഇങ്ങനെ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ മുന്നിൽ വന്ന നീതിയും നിയമവും പരിഗണിക്കാതെ ഞാൻ ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ വിധി പറയുന്നു എന്ന് പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. മാതൃഭൂമി ന്യൂസിലെ തന്നെ ജേർണലിസ്റ്റായ അഭിലാഷ് മോഹനൻ ഉൾപ്പെടെ പല വിധികളിൽ ഈ പറയുന്ന കന്യാസ്ത്രീമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് തന്നെ ഉയർന്ന ചില കാര്യങ്ങളിൽ കോടതി പരാമർശിച്ചിട്ടുണ്ട്. അങ്ങാണ് പറഞ്ഞത്. അങ്ങാണ് കേരളത്തിലെ ന്യായാധിപരടക്കം കേരളത്തിലെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ പരാമർശിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞത് പരാമർശിക്കുകയോ സമ്മർദ്ദത്തിൽ പെടുകയോ ചെയ്യാൻ പാടില്ലല്ലോ. അങ്ങേക്കോ അങ്ങയുടെ പാർട്ടിക്കോ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇതിൽ കൺഫ്യൂസ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. അങ്ങ് പറഞ്ഞത് കോടതിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധങ്ങളുടെ പേരിലാണ് 3 ദിവസം മുമ്പ് സന്യാസിനിമാർ പുറത്തേക്ക് വരാതിരുന്നത് എന്നാണ്. ഞാൻ ചോദിക്കുന്നത് അങ്ങനെ വിധി പറയുന്നതാണോ അവിടുത്തെ നിയമ സംവിധാനം എന്നാണ്. അപ്പോൾ അങ്ങ് പറയുന്നു കേരളത്തിൽ ഇങ്ങനെയല്ലേ എന്ന്. കേരളത്തിൽ ഇങ്ങനെയാണ് എങ്കിൽ ഛത്തീസ്ഗഡിൽ അങ്ങനെയാണോ? അവിടെ നിങ്ങളല്ലേ ഭരിക്കുന്നത്, നിങ്ങൾ കൂടുതൽ നിയമം ഉറപ്പുവരുത്തുന്നവരാണ് എന്നല്ലേ നിങ്ങളുടെ പക്ഷം?
മാധുവിനെ പോലൊരു മാധ്യമപ്രവർത്തകൻ ഞാൻ പഠിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. സർക്കാർ പറയുന്നത് അനുസരിച്ചാണ് കോടതി പ്രവർത്തിക്കുന്നത് എന്ന വിശ്വാസം എനിക്കേതായാലും ഇല്ല. മാധുവിനുണ്ടോ എന്ന് എനിക്കറിയില്ല. ഛത്തീസ്ഗഡിലെ സർക്കാർ പറയുന്നത് പോലെയാണ് ഛത്തീസ്ഗഡിലെ ഗവൺമെന്റ് കോടതികൾ പ്രവർത്തിക്കുക എന്ന വിശ്വാസം. അല്ല, നിങ്ങൾ എന്നെ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഞാൻ പറഞ്ഞു, ഇത് എല്ലാ തലത്തിലും എല്ലായിടത്തും മാധ്യമങ്ങൾ നടക്കുന്ന ചർച്ചകളും ഇതൊക്കെ വക്കീലന്മാർ പരാമർശിക്കാറുണ്ട്. ഛത്തീസ്ഗഡിൽ ജഡ്ജിമാരെ സ്വാധീനിച്ചിട്ടില്ല. പക്ഷേ 2-3 ദിവസം കിട്ടേണ്ടിയിരുന്ന നീതി വൈകിപ്പിക്കാൻ ആത്മാർത്ഥതയില്ലാത്ത, ഇത് കുളങ്കലക്കാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും MP-മാരുടെ രാഷ്ട്രീയ നാടകം ഇടയാക്കി അവരെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ജാമ്യം കിട്ടുമായിരുന്നില്ല. പകരം നിരന്തരമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഇല്ലാ കഥകളും എന്താ പറയുക ആഖ്യാനങ്ങളും നടത്തിക്കൊണ്ട് ഇതിനെ വഴിതിരിക്കാൻ ശ്രമിച്ചു. നിങ്ങളുടെയൊക്കെ അസുഖം എന്താണ് എന്ന് ആ വാർത്തകൾ വ്യക്തമാക്കുന്നു. മാധു, ശരി, ഞാൻ അങ്ങയോട് ആവർത്തിച്ചു ചോദിച്ചതും അങ്ങയുടെ സംസ്ഥാന അധ്യക്ഷനും അങ്ങും പറഞ്ഞത് കോടതിക്ക് മുന്നിൽ നടന്ന കോടതി വാദം കേൾക്കുമ്പോൾ അതിന് പുറത്തു നടന്ന പ്രതിഷേധങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എഴുതി വെച്ചത് വായിക്കുകയാണ് ചെയ്തത്. അങ്ങ് പറഞ്ഞ അതേ വാക്കുകൾ, ജഡ്ജിമാരെയും അഭിഭാഷകരെയും സമ്മർദ്ദത്തിലാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടാതിരുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ നടപടിയാണ് കോടതിയുടെ ഭാഗത്ത് ഉണ്ടായത് എന്നാണ്. അല്ല, അങ്ങനെ വൈകാൻ പാടുണ്ടോ? അങ്ങനെ ഒരു പ്രതിഷേധം കോടതിക്ക് പുറത്ത് നടന്നാൽ ജാമ്യം വൈകിപ്പിക്കുക എന്ന തീരുമാനം കോടതിക്ക് എടുക്കാൻ പറ്റുമോ എന്നാണോ അങ്ങ് പറയുന്നത്? വൈകാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ, അങ്ങനെ വൈകിട്ടുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനും അത് അങ്ങനെ നിങ്ങൾ പറയുന്ന നിയമത്തിൽ ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്. ആർക്കുണ്ട്? എന്നിട്ട് സംസ്ഥാന സർക്കാർ ആ നിലപാടെടുത്തോ? ചോദിച്ചോ? ആരെങ്കിലും ചോദിച്ചോ? കോടതി ചെയ്തത് എന്ന് ചോദിച്ചോ? മാധു അവിടെ അത് അവർക്ക് നീണ്ടുപോയി എന്നും കിട്ടിയില്ല എന്നും ആരെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? അങ്ങല്ലേ പറഞ്ഞത്? അങ്ങാണ് പറഞ്ഞത്, അങ്ങയുടെ പാർട്ടി സംസ്ഥാന അധ്യക്ഷനാണ് പറഞ്ഞത്. അങ്ങും അങ്ങയുടെ പാർട്ടി സംസ്ഥാന അധ്യക്ഷനുമാണ് പറഞ്ഞത് ഇത് നീണ്ടുപോകാൻ കാരണം അവിടെ നടന്ന പ്രതിഷേധങ്ങൾ എന്നാണ്. അല്ല, അങ്ങനെ സമ്മർദ്ദത്തിലാകാൻ പാടില്ലാത്തതാണ് നിയമവ്യവസ്ഥ. അങ്ങനെ നിയമവ്യവസ്ഥ സമ്മർദ്ദത്തിലായതിന്റെ പേരിൽ ഉണ്ടായ വിധിയാണ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നിയമവ്യവസ്ഥയിൽ നമുക്ക് വിശ്വാസവും ബഹുമാനവും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയല്ല നമ്മുടെ ജനാധിപത്യവും നമ്മുടെ നിയമവ്യവസ്ഥയും ഒരു വ്യാഖ്യാനവുമല്ല. കോടതിക്ക് പുറത്ത് നടക്കുന്നത് എന്തു തന്നെയാണെങ്കിലും, എന്ത് കലാപമാണെങ്കിലും, എന്ത് പ്രതിഷേധമാണെങ്കിലും കോടതികൾ അതിനെ സമ്മർദ്ദപ്പെടുത്താൻ പാടില്ല. അത് വ്യാഖ്യാനമല്ല, അത് നീതിയിലും നിയമത്തിലുമുള്ള ജനാധിപത്യ വിശ്വാസികളുടെ വിശ്വാസമാണ്. കോടതിക്ക് പുറത്ത് തെരുവ് തന്നെ കത്തിയെരിയുകയാണ് എന്നിരുന്നാൽ പോലും നീതിയും നിയമവും അനുസരിച്ചാണ് വിധി പറയുക എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ ജനാധിപത്യ വിശ്വാസികളുടെ ഏറ്റവും അടിത്തട്ടിലുള്ള വിശ്വാസമാണ്. ഒരിക്കലും പാടില്ലാത്ത ഒരു പരാമർശമാണ് അങ്ങും അങ്ങയുടെ സംസ്ഥാന അധ്യക്ഷനും നടത്തിയത് എന്ന് മാത്രം പറയുന്നു. അതിനുവേണ്ടി ഞാൻ ഈ ചർച്ചയുടെ 18 മിനിറ്റാണ് ചെലവഴിച്ചത്. അങ്ങും അങ്ങയുടെ സംസ്ഥാന അധ്യക്ഷന് പറഞ്ഞത് കോടതിക്ക് മുന്നിൽ നടന്ന പ്രതിഷേധങ്ങളുടെ പേരിൽ മാത്രമാണ് ഈ ജാമ്യം വൈകിയത് എന്നാണെങ്കിൽ, അങ്ങനെ സമ്മർദ്ദപ്പെടാൻ കഴിയുന്ന നിയമവ്യവസ്ഥിതി ഇവിടുത്തെ ഭരണഘടന അനുശാസിക്കുന്നില്ല എന്ന് പറയാൻ 28 മിനിറ്റാണ് ഞാൻ 18 മിനിറ്റാണ് ഞാൻ ഈ ചർച്ചയുടെ ചെലവാക്കിയത് എന്ന് ഞാൻ പ്രേക്ഷകരെ കൂടി ഓർമ്മപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അടക്കം പറഞ്ഞത് കോടതിയിലേക്ക് പോവുകയാണെങ്കിൽ സംസ്ഥാനം ഇനി പ്രോസിക്യൂഷൻ ആ ജാമ്യത്തെ എതിർക്കില്ല, അതുകൊണ്ട് തന്നെ കന്യാസ്ത്രീകൾ പുറത്തേക്ക് വരും എന്ന് BJPയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവിടെ നിന്ന് പോയ MP-മാർക്ക് ഉറപ്പ് നൽകുകയാണ്. അതിന് പിന്നാലെ ജാമ്യം കിട്ടുകയാണ്. ഈ കേസും നിയമവ്യവസ്ഥിതിക്കും പുറത്ത് ഒരു രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാവുകയാണ് എന്ന് മുമ്പാകെ വന്ന ആരാണ് പറഞ്ഞത്? ആഭ്യന്തരമന്ത്രിയാണോ പ്രതിപക്ഷത്തിന് MP-മാരാണോ? പ്രതിപക്ഷത്തെ MP-മാരാണ്. ആ ദിവസം ആ കാര്യം പറയുകയുണ്ടായി. BJPയുടെ ഒരു പാനലിസ്റ്റും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാനും ചർച്ചയിൽ പങ്കെടുത്തു. അങ്ങ് ചർച്ചയിൽ പങ്കെടുത്തു എനിക്കറിയില്ല. മാതൃഭൂമി ന്യൂസിൽ അന്നത്തെ ദിവസം ചർച്ചയുണ്ടായിരുന്നു. പ്രേമചന്ദ്രൻ പറഞ്ഞു. പ്രേമചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞില്ലേ? പ്രേമചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞില്ലേ? അത് അങ്ങനെ ആഭ്യന്തരമന്ത്രിക്ക് ആ കാര്യത്തിൽ ഉറപ്പ് നൽകാൻ കഴിയുമോ? നിയമവ്യവസ്ഥയ്ക്ക് മുകളിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടോ എന്ന് കൃത്യമായി ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അങ്ങനെയല്ല, ഇതിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അടക്കം വിളിച്ചു വരുത്തി അവിടെ ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്തു എന്നതാണ്. അത് കന്യാസ്ത്രീമാർക്ക് നിയമസഹായം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് എന്നതടക്കമാണ് BJPയുടെ പാനലിസ്റ്റുകൾ അന്ന് പറഞ്ഞത്. കേരളത്തിലെ ഏത് പ്രേക്ഷകനും കൃത്യമായി ആ ചർച്ച എടുത്തു നോക്കാവുന്നതാണ്, അങ്ങേക്കും എടുത്തു നോക്കാവുന്നതാണ്. അന്ന് വന്ന പാനലിസ്റ്റ് എന്തായാലും ആഭ്യന്തരമന്ത്രി ആ കാര്യം പറഞ്ഞില്ല എന്ന് നിഷേധിച്ചില്ല. അല്ല, തൊട്ടടുത്താണോ അപ്പുറത്താണോ എന്നുള്ളതല്ല. BJPയുടെ പാനലിസ്റ്റുകൾ എല്ലാവരും പറഞ്ഞു ഉത്തരം
കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിങ്ങളോട് ഇത്തരം ഒരു വാർത്ത പറഞ്ഞുവോ? ശരി. കേന്ദ്രത്തിലെ ഏതെങ്കിലും MP വന്ന് പറയുന്നത് ഓൺ ചെയ്യാൻ BJPക്ക് സാധ്യമല്ല, സർക്കാരിന് സാധ്യമല്ല. എല്ലാ പാനലിസ്റ്റുകളും എന്ന് പറയരുത്, ഒരിടത്ത് എല്ലാ പോലും, പാനലിസ്റ്റുകളും എന്ന് പറയരുത്. ആ ഒരിടത്ത് ദിവസം പോലും മാതൃഭൂമി പറഞ്ഞിട്ടില്ല. ന്യൂസിൽ വന്ന പാനലിസ്റ്റ് എന്തായാലും അതിനെ എതിർത്ത് പറഞ്ഞിട്ടില്ല. ഇനി NK പ്രേമചന്ദ്രൻ MP അടക്കമുള്ളവർ പറഞ്ഞത് കളവാണോ എന്ന് നമുക്ക് മറ്റുള്ളവരോട് ചോദിക്കുകയും ചെയ്യാം. കേന്ദ്രമന്ത്രി പറഞ്ഞതായിട്ട് അദ്ദേഹം ശ്രീ സന്ദീപ് വാര്യർ കേരളത്തിൽ നിന്ന് പോയ ഇല്ല, ശ്രീ TP ചന്ദ്ര മാസ്റ്റർ 7:50 നമ്മൾ മാത്രമാണ് സംസാരിച്ചത്, അങ്ങ് വഴങ്ങണം. ശ്രീ സന്ദീപ് വാര്യർ, കേരളത്തിൽ നിന്ന് പോയ MP-മാർ NK പ്രേമചന്ദ്രൻ അടക്കമുള്ള MP-മാർ അമിത്ഷായെ കണ്ട് അദ്ദേഹത്തോട് സംസാരിച്ച് ഇനി സംസ്ഥാനം അതിനെ എതിർക്കില്ല എന്ന് പറഞ്ഞു എന്ന് കൃത്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറയുകയും ചെയ്തു. അത് കളവായിരുന്നോ? ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയാത്ത ഒരു കാര്യം കേരളത്തോട് പറയുകയായിരുന്നോ ഇവിടെ നിന്ന് പോയ MP-മാർ? ബഹുമാനപ്പെട്ട ജയേന്ദ്രൻ മാസ്റ്റർ, എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമുള്ള ആളാണ്. വിത്ത് ഡ്യൂ റെസ്പെക്ട്, മാഷ് ഇന്നലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനം ശ്രദ്ധിക്കാതെയാണ് ഈ ചർച്ചയ്ക്ക് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് താൻ അമിത്ഷായുമായി ഇത് നേരത്തെ സംസാരിച്ചുവെന്നും അമിത്ഷാ തനിക്ക് ഉറപ്പ് നൽകിയെന്നും ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ പ്രോസിക്യൂഷൻ ഇത് ഈ ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്ന ഉറപ്പ് തനിക്ക് നൽകിയിട്ടുണ്ടെന്നും അതേ ഉറപ്പാണ് പ്രതിപക്ഷത്തെ MP-മാർക്കും കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും MP-മാർക്ക് നൽകിയത് എന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ പറഞ്ഞത്. ഞാൻ ഒന്നുകൂടി ഇന്നിപ്പോ പാംപ്ലാനി പിതാവ് അടക്കം പറഞ്ഞിരിക്കുന്നത് അമിത്ഷാ നൽകിയ വാക്കു പാലിച്ചു എന്നാണ്. അപ്പൊ അമിത്ഷാ വാക്കൊന്നും സഭയ്ക്ക് കൊടുത്തില്ലായിരുന്നു എന്നുകൂടി ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം പറയുന്നത്. അങ്ങ് തുടർന്നോളൂ. അപ്പൊ അതായത് ജയേന്ദ്രൻ മാസ്റ്റർ അനാവശ്യമായിട്ട് ഇക്കാര്യത്തിൽ UDFന്റെ MP-മാർ എന്തോ കളവ് പറഞ്ഞു എന്നൊരു നറേറ്റീവ് കൊണ്ടുവരാൻ ശ്രമിച്ചതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളെ റദ്ദ് ചെയ്തിട്ടുണ്ട് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ എന്ന് അദ്ദേഹം മനസ്സിലാക്കിയാൽ മതി. ഒന്ന്, ഇപ്പോൾ BJPയുടെ പ്രതിനിധികളൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എന്താ തോന്നുന്നത്? കേരളത്തിലുള്ള 2 കന്യാസ്ത്രീകളെ മറ്റേതോ രാജ്യത്ത് ഏതോ ഒരു തീവ്രവാദ സംഘടന തടവിൽ പാർപ്പിച്ചിരുന്നിടത്ത് നമ്മുടെ മേജർ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഒരു കമാൻഡോ സംഘം അങ്ങോട്ട് പോയി മോചിപ്പിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞതുപോലെയാണ് BJPയുടെ ഈ വക്താക്കളൊക്കെ ഇന്ന് പറഞ്ഞു വെക്കുന്നത്. വാസ്തവത്തിൽ നടന്നത് എന്താ? വാസ്തവത്തിൽ BJPയുടെ തന്നെ സംഘടനാ ശ്രേണിയുടെ ഭാഗമായിട്ടുള്ള സംഘപരിവാറിൻ്റെ ഭാഗമായിട്ടുള്ള വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ യുവജന വിഭാഗമായിട്ടുള്ള ബജറംഗ് ദളുകാർ ഒരു മോബോക്രസ് നടത്തി, ജനക്കൂട്ട ആക്രമണം നടത്തി, ആൾക്കൂട്ട വിചാരണ നടത്തി. നമ്മുടെ 2 മലയാളി സഹോദരിമാരെ, 2 കന്യാസ്ത്രീകളെ അവരെ മർദ്ദിക്കുകയും അവരെ ആക്രമിക്കുകയും ചെയ്തതിന് ശേഷം അവിടുത്തെ ഗവൺമെൻറ് തങ്ങളുടേതാണ് എന്ന അഹങ്കാരത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങളുടെ മതത്തിനെതിരായി ഞങ്ങൾക്കെതിരായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പോലീസിന് കൈമാറുകയും പോലീസ് അവരെ കള്ളക്കേസിൽ കുടുക്കി നീതിയുക്തമല്ലാത്ത രീതിയിൽ അന്യായമായി ജയിലിലേക്ക് അയക്കുകയും ചെയ്തതിൻ്റെ സാഹചര്യത്തിലാണ് നമ്മൾ ഈ ചർച്ചയിലിരിക്കുന്നത്. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സാഹചര്യമല്ല, ഇത് കോൺഗ്രസ് പാർട്ടിയോ UDFോ ഉണ്ടാക്കിയിട്ടുള്ള സാഹചര്യമല്ല. നിങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ നിങ്ങളുടെ സംഘടനാ ശ്രേണിയിൽ സംഘപരിവാറിൽപ്പെട്ട വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ യുവജന വിഭാഗം നടത്തിയിട്ടുള്ള അക്രമോത്സുകമായിട്ടുള്ള മതവർഗീയ പരിപാടിയുടെ ഭാഗമായിട്ട്, വർഗീയ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് മലയാളികളായിട്ടുള്ള 2 സഹോദരിമാർ ജയിലിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ന് നമ്മൾ ഈ ചർച്ച ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത്. പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ പ്രതിപക്ഷത്തുള്ള ഞങ്ങൾ, ഈ നാട്ടിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും ഛത്തീസ്ഗഡിലേക്ക് പോകരുത് എന്ന് BJP എങ്ങനെ പറയാൻ പറ്റും? ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് അങ്ങോട്ട് അയച്ചത്, അല്ലാതെ ഏതെങ്കിലും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അല്ല അങ്ങോട്ട് അയച്ചത്. ഞങ്ങളങ്ങോട്ട് ജനങ്ങൾ തെരഞ്ഞെടുത്ത അവിടെ ഈ പറയുന്ന സിസ്റ്റർമാരുടെ പ്രദേശത്തെ MLA-മാരടക്കം MP-മാരടക്കം ഉള്ളവരെയാണ് അങ്ങോട്ട് പറഞ്ഞയച്ചത്, ഛത്തീസ്ഗഡിലേക്ക് പറഞ്ഞയച്ചത്. അവരവിടെ പോയിട്ട് ഒരു സെക്കൻഡ് ഞാൻ പൂർത്തിയാക്കട്ടെ. 18-20 മിനിറ്റ് അപ്പുറത്ത് കൊടുത്താൽ 10 മിനിറ്റെങ്കിലും എനിക്കിതാ. പിന്നെ ഞങ്ങൾ എന്ത് ഉത്തരവാദിത്വം നിർവഹിച്ചില്ല എന്ന് പറയുന്നത്, ഞങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ടത്, ഞങ്ങൾ BJPയുടെ നേതാവ് അമിത്ഷായെ അല്ല കണ്ടത്. ഞങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കൊണ്ടു. അദ്ദേഹത്തിന് ഉറപ്പ് വാങ്ങി. എന്ത്? ഛത്തീസ്ഗഡ് സർക്കാർ ഈ ജാമ്യാപേക്ഷ എതിർക്കില്ല എന്ന് ഉറപ്പ് വാങ്ങി. ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാണ് ഇന്ന് ആ 2 കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയവർ പുറത്തെത്തിയത്. അല്ലെങ്കിൽ BJPയും BJPയുടെ ഐഡിയോളജിയുടെ ഭാഗമായിട്ടുള്ള ബജറംഗ് ദളും ചേർന്ന് ആ സ്ത്രീകളെ എത്ര കാലം നിങ്ങൾ തടവിൽ പാർപ്പിക്കുമായിരുന്നു? അവർക്കെതിരെ ചുമത്തിയിട്ടുള്ള കേസ് എന്താ? ഇനി അവരെ ആരുടെ മുന്നിൽ ഹാജരാണ്? NIA എന്താ NIA? തീവ്രവാദ വിരുദ്ധ കേസ് അന്വേഷിക്കേണ്ട ഒരു ഏജൻസിയിലേക്ക് ഈ 2 മലയാളി സഹോദരിമാരെ എറിഞ്ഞു കൊടുത്തില്ല BJP? നിങ്ങൾക്ക് നാണമുണ്ടോ ഇങ്ങനെ പറയാൻ? അവരെന്ത് തീവ്രവാദികൾ? അവരുടെ കയ്യിൽ കൊന്തയും കുരിശുമാലയും ബൈബിളും അല്ലാതെ അവരുടെ കയ്യിൽ ബോംബുണ്ടോ? അവരുടെ കയ്യിൽ അവരുടെ കയ്യിൽ AK-47 ഉണ്ടായിരുന്നോ? അവരുടെ കയ്യിൽ ബോംബ് ഉണ്ടായിരുന്നോ? പിന്നെ എങ്ങനെ അവർ തീവ്രവാദികളാവുന്നത്? ശരി, നിങ്ങൾ അവരെ തീവ്രവാദികളാക്കി മുദ്ര കുത്തിയില്ലേ? നിങ്ങൾ അവരെ തീവ്രവാദികളാക്കി ചാപ്പ കുത്തിയില്ലേ? സമാധാനം മാത്രം പ്രസംഗിക്കുന്ന, പരസ്പര സ്നേഹം പ്രസംഗിക്കുന്ന ഈ കന്യാസ്ത്രീകളെ നിങ്ങൾ തീവ്രവാദികളാക്കി മാറ്റിയില്ലേ? ഇതിലും വലിയ അനീതി എന്താണ് നിങ്ങൾ ക്രൈസ്തവ വിഭാഗത്തോട് കാണിക്കാനുള്ളത്? ശ്രീമതി റെജി സിജോ,
ഇതിപ്പോ ജാമ്യം കിട്ടിയെന്ന് പറയുന്നത് വലിയ ആശ്വാസമാണ്. പക്ഷെ ആ കേസ് അടക്കം വലിയ വെല്ലുവിളിയായി തുടരുന്നുണ്ട്. പൂർണ്ണനീതി എന്ന് പറയുന്നത് എത്രത്തോളം അടുത്തു എന്നാണ് തോന്നുന്നത്? ജാമ്യം കിട്ടി എന്നുള്ളത് ഞങ്ങൾക്ക് എപ്പോഴും താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം മാത്രമാണ്. കാരണം നമുക്കറിയാം ഒരു ജാമ്യം ഇതിനി ഒത്തിരി ദൂരം മുമ്പോട്ട് പോകേണ്ടത് ഉണ്ട് എന്നുള്ളത് ഞങ്ങളെ ഏറ്റവും ആകുലപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഞങ്ങളുടെ ചേച്ചിമാരെന്തായാലും ഒരു രാജ്യദ്രോഹ കുറ്റമോ ഈ പറഞ്ഞ രീതിയിൽ വലിയ വലിയ കുറ്റങ്ങളൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന്. അത് എല്ലാ നേതാക്കന്മാരും എല്ലാവരും പറയുന്ന കാര്യമാണ്. എന്നിട്ട് കൂടി ഇത്രയും വലിയ ഒരു രാജ്യദ്രോഹം എന്താ പറയാ മതപരിവർത്തനവും അതുപോലെ മനുഷ്യക്കടത്തും ചാർത്തി ഇങ്ങനെ ഞങ്ങളുടെ ചേച്ചിമാരെ അറസ്റ്റ് ചെയ്തത്. നമുക്ക് ഒരു കാര്യം ഞാനോട് പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനിയും ഭാവി തലമുറയെ നമ്മളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമായിട്ടും കൂടി ചിലപ്പോൾ ഇത് വരും. മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് വേണ്ടി പഠിപ്പിക്കേണ്ടി വരും. മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഛത്തീസ്ഗഡിൽ 2 സിസ്റ്റേഴ്സ് വന്ന് 2-3 കുട്ടികൾ എല്ലാ ഐഡന്റിറ്റിയും പ്രൂഫും ഒക്കെ ഉണ്ടായിട്ടും എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും അവരെ കൊണ്ടുപോയിട്ട് നല്ലൊരു ജോലി കൊടുത്ത് നല്ലൊരു ഉദ്ദേശത്തോടെ കൊണ്ടുപോയതിനെയാണ് ഈ മനുഷ്യക്കടത്തും മതപരിവർത്തനം എന്നൊക്കെ നമ്മൾ പഠിപ്പിക്കേണ്ടതായിട്ട് വരും. ഒരു അടിസ്ഥാനമില്ലാത്ത ഒരു കേസ് നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു പ്രവർത്തക എത്ര പരോക്ഷമായിട്ടാണ് ഞങ്ങളുടെ ചേച്ചിമാരോട് പെരുമാറുന്നത്, തല്ലുന്നത്. അതിനൊന്നും ഒരു കേസോ അല്ലെങ്കിൽ ഒരു കാര്യവുമില്ല. ഇതൊരു കുറ്റം ചെയ്യാത്ത ഒരു ചേച്ചിമാർക്കെതിരെയാണ് ഇതുമാതിരി ഒരു കേസെടുത്ത് അവർ മുമ്പോട്ട് പോയത്. ഞങ്ങൾ എന്തായാലും നിയമത്തിൻ്റെ രീതിയിൽ തന്നെ ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും. ഞങ്ങളുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ ചേച്ചിക്ക് ഉണ്ടായത് വേറൊരാൾക്കും വരാൻ പാടില്ല. ഒരു കന്യാസ്ത്രീക്കെന്നല്ല ഒരു പൗരനും വരാൻ പാടില്ല. ശരി ശ്രീമതി റെജി സിജോ, എന്തായാലും ഈ കേസ് അടക്കമുള്ള കാര്യങ്ങൾ അത് എത്രയും പെട്ടെന്ന് തീരും. കന്യാസ്ത്രീമാർക്ക് അതിന്റെ പേരിൽ കോടതി കയറേണ്ടി വരില്ല എന്നൊരു പ്രതീക്ഷയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഫാദർ ഫിലിപ്പ് കവീൽ, ഇതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയമായ പ്രതികരണങ്ങൾ അനവധിയാണ്, അവകാശവാദങ്ങൾ അനവധിയാണ്. ഈ കേസ് മുന്നോട്ട് പോകേണ്ടതിന്റെ വഴികൾ ഏറെ ദുർഘടമായിരിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. സുപ്രീം കോടതി വരെ പോയിട്ടാണെങ്കിലും ഈ കന്യാസ്ത്രീമാരെ ശിക്ഷിക്കുമെന്നാണ് ബജ്രംഗദളിന്റെ ഇപ്പോഴത്തെയും വലിയ ആക്രോശവും അവകാശവാദവും എന്ന് പറയുന്നത്. ഛത്തീസ്ഗഡ് പോലെയൊരു നാടാണ്. പൗരോഹിത്യ പ്രവർത്തനത്തിന്, സന്യാസ ജീവിതത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട 2 കന്യാസ്ത്രീമാർക്ക് പൊരുതുന്നതിനൊരു പരിധിയുണ്ട്. സഭയടക്കം എല്ലാവരും അവർക്ക് വലിയ കരുതലും ഉറപ്പുമായി പിന്നിൽ നിന്നാൽ മാത്രമേ ഈ നിയമയുദ്ധം അവർക്ക് എളുപ്പമാവുകയുള്ളൂ, അല്ലെങ്കിൽ ദുഷ്കരമാകാതിരിക്കുകയെങ്കിലുമുള്ളൂ. തീർച്ചയായും എനിക്ക് ആദ്യമേ പറയാനുള്ളത് ഒരു നന്ദിയുടെ വാക്കാണ്. അതായത് ഈ കഴിഞ്ഞ 9 വർഷം അന്യായമായി അകാരണമായി തുറുങ്കിൽ അടയ്ക്കപ്പെട്ട സഹോദരിമാരെ ഇന്ന് കോടതി ജാമ്യം നൽകി പുറത്ത് വിട്ടു. അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയാം. പ്രത്യേകിച്ച് കോടതിയുടെ ഈ തീരുമാനത്തിന് നന്ദി പറയുകയാണ്. വളരെ പ്രത്യേകിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇതിൽ സഹായിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. BJPയുടെ കേരള ഘടകത്തിൽപ്പെട്ടവർ വളരെ കാര്യമായി ഇടപെട്ടിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നുണ്ട്. അതുപോലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ, അതുപോലെ വളരെ പ്രത്യേകിച്ച് സിസ്റ്റർമാരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള MLA-മാർ, ശ്രീ സജീവ് ജോസഫ്, റോജി M. ജോൺ അടക്കമുള്ള MLA-മാർ, അതുപോലെ ഓരോരുത്തർ പേരെടുത്ത് പറഞ്ഞ ഒത്തിരി പേരുണ്ട്. അതുപോലെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കൾ, എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഒരുപോലെ ഇടപെട്ടതിന് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി, കത്തോലിക്ക കോൺഗ്രസ്സിന് വേണ്ടി, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ കോൺഗ്രിഗേഷന് വേണ്ടി, ആ സിസ്റ്റേഴ്സിൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുകയാണ്. ഇതൊരു കൂട്ടായ യജ്ഞമായിരുന്നു. അതിലൊക്കെ ഉപരി നന്ദി പറയേണ്ടത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോടാണ്. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഈ സമീപകാലത്ത് ഇത്രയേറെ നീതിക്ക് വേണ്ടി ശബ്ദിച്ച മറ്റൊരവസരം ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. മാധ്യമ പ്രവർത്തകരുടെ അതിശക്തമായ ഇടപെടലില്ലായിരുന്നെങ്കിൽ ഇത് മറ്റൊരു വഴിക്ക് തിരിഞ്ഞു പോകുമായിരുന്നു. അതുകൊണ്ട് മാധ്യമ പ്രവർത്തകർക്ക് ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ആ കോടതിയുടെ വിധി എനിക്കറിയത്തില്ല, മാധുവിൻ്റെ കയ്യിലുണ്ട്, അത് വായിക്കാൻ പറ്റുമോ? അതിൻ്റെ അകത്ത് ഞാൻ വായിച്ച് മറ്റ് മാധ്യമങ്ങളിൽ വന്ന് വായിച്ചുള്ള അറിവേ എനിക്കുള്ളൂ. അതനുസരിച്ച് ആ കോടതിയുടെ വിധിയിൽ ജാമ്യം കൊടുത്തപ്പോൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് തെറ്റിദ്ധാരണയുടെ പേരിൽ, സംശയത്തിൻ്റെ പേരിൽ എടുത്ത ഒരു കേസാണ് എന്ന്. ജനിച്ചപ്പോൾ മുതൽ ക്രിസ്ത്യാനിറ്റി പ്രാക്ടീസ് ചെയ്യുന്നവരാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ കോടതി വിധിയുടെ ഭാഗമായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഈ കുട്ടികളുടെ മാതാപിതാക്കളുടെ സത്യവാങ്മൂലം അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാകുന്നുണ്ട്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പോലീസുകാർ അവിടെ എത്തുമ്പോൾ, SP അടക്കമുള്ളവർ അവിടെ എത്തി ചോദ്യം ചെയ്യുമ്പോഴൊക്കെ ഈ സന്യാസിനിമാർ ഇതെല്ലാം പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഈ ബധിരകർണങ്ങളിലാണ് പതിച്ചത് എന്നുള്ളതാണ്.
അതെ, അതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, മാധു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കേണ്ട കോടതികൾ ഈ കോടതിക്ക് പുറത്തുള്ള ജനക്കൂട്ടത്തിൻ്റെ ആരവം കേട്ടിട്ട് വിധി പ്രസ്താവിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് ഇവരിത്രയും ദിവസം അകത്ത് കിടക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അത് കോടതി അലക്ഷ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കോടതിയുടെ സ്വതന്ത്രമായ നിഷ്പക്ഷമായ നിലപാട് എടുക്കുന്നതിനെ അല്ലെങ്കിൽ കോടതിയുടെ തീരുമാനത്തെ ദോഷമായിട്ട് വ്യാഖ്യാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് വരികയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ നിയമം പഠിച്ച ആളല്ല, പക്ഷേ ഒരു നീതിന്യായ വ്യവസ്ഥയിൽ, ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ കോടതികൾ തങ്ങളുടെ മുമ്പിൽ വരുന്ന കേസ് അതിൻ്റെ ഇരുവശങ്ങളും മനസ്സിലാക്കി നിഷ്പക്ഷമായിട്ട് വിധി കൽപ്പിക്കുന്നു എന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. അവിടെ ഈ ബജറംഗ് ദൾ പോലെയുള്ള ഭീകരവാദികളായ ആളുകൾ കൂടി നിന്ന് മനുഷ്യരെ ആക്രോശിച്ച് അവരുടെ മേൽ കേസെടുക്കണമെന്ന് പറയുമ്പോൾ കേസെടുക്കാൻ പോലീസും, അത് ആ കേസെടുത്തതിന് ശേഷം ദിവസങ്ങൾ നീളുന്ന തടവറയും, ഇത് ഇന്ത്യ മഹാരാജ്യത്ത് ഇത് ശരിയാണോ? ബഹുമാനപ്പെട്ട മാധു പറഞ്ഞത് വളരെ കറക്റ്റാണ്. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ തിരുത്തേണ്ടി വരുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയും കുറ്റപ്പെടുത്തുന്നില്ല. ഈ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട വിവിധ നേതാക്കൾ ആത്മാർത്ഥമായി സഹകരിച്ചതിന് പ്രത്യേകം നന്ദി പറയാണ്. പക്ഷേ അതോടൊപ്പം നിഷ്പക്ഷമായിട്ട് നമ്മൾ വിധി കൽപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ പാവപ്പെട്ട സിസ്റ്റർമാർ ചെയ്ത തെറ്റെന്നാണ്. ഇതുകൊണ്ട് ഒരു വലിയ ഉപകാരം ഉണ്ടായെന്നുള്ളത് ഞാൻ മറക്കുന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ ക്രൈസ്തവ സന്യാസിനിമാർ ഈ ഇന്ത്യ മഹാരാജ്യത്ത് പാവപ്പെട്ട മനുഷ്യർക്ക്, അതായത് ആതുര സേവനവും വിദ്യാഭ്യാസവും വഴി ഉപേക്ഷിക്കപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് ചെയ്യുന്ന സേവനം ഇവിടെ വലിയ ചർച്ചയായി. കുറച്ച് വിഷലിപ്തമായ മനസ്സുകൾ മാത്രമേ അവരെ കുറ്റം പറഞ്ഞുള്ളൂ. മറ്റുള്ളവരൊക്കെ അവരുടെ നന്മ ഏറ്റുപറയുകയാണ്. ഇന്ന് തന്നെ എനിക്ക് 2 ഫോൺ കോൾ വന്നത് ക്രൈസ്തവരുടെ അല്ല. തിരുവനന്തപുരത്ത് നിന്ന് ഒരു മുസ്ലിം സഹോദരൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഫാദർ നിങ്ങളൊക്കെ എടുത്ത നിലപാട് വളരെ കറക്റ്റായിരുന്നു, ഇന്ന് കോടതി അത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരുമിച്ച് നിൽക്കണം, ഈ രാജ്യത്തെ നിയമവാഴ്ച ഉണ്ടാകണമെന്ന് പറഞ്ഞു. മറ്റൊന്നൊരു ഹൈന്ദവ സഹോദരൻ്റെ ഫോൺ കോളായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഫാദർ ഈ സംഭവം കേട്ടപ്പോൾ തൊട്ട് ഞങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയായിരുന്നു, നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നുണ്ട്. എന്താണ് ഇത് കാണിക്കുന്നത്? ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന സാഹോദര്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ മനോഭാവമുള്ള മനുഷ്യരാണ് കൂടുതലുള്ളത്. വിഷലിപ്തമായ വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ തത്വശാസ്ത്രം പ്രചരിപ്പിക്കുന്നവർ വളരെ അങ്കുലിപരിമിതമായ ആളുകളാണ്. നിർഭാഗ്യവശാൽ അത്തരക്കാരാണ് ഇവിടെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് എന്ന് വരുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, മാത്രമല്ല ഒരു കേരളീയൻ എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മൾ കണ്ടതാണ് ഷിരൂരിൽ മണ്ണിടിഞ്ഞു വീണ അർജുൻ അതിലേക്ക് കീഴിൽ പോയപ്പോൾ ഇത്രയും നാളുകൾ കഴിഞ്ഞാലും ജീവനോടെ കിട്ടിയേക്കില്ല എന്ന ആശങ്കകൾ മുന്നിൽ നിൽക്കുമ്പോഴും ഒരു ജീവന് വേണ്ടി, ശരി മരിച്ചു പോയെങ്കിൽ ആ ശരീരത്തിന് വേണ്ടി നമ്മൾ ഒരു സമൂഹം എന്ന നിലയ്ക്ക് എത്രത്തോളം പ്രയത്നിച്ചു എന്നുള്ളത്. നമ്മളിൽപ്പെട്ട 2 പേർ ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി അനീതിക്കിരയായി എന്ന് തോന്നുമ്പോൾ നമ്മുടെ സംവിധാനങ്ങളാകെ, നമ്മുടെ ജനപ്രതിനിധികളാകെ രാത്രിയും പകലും എന്നില്ലാതെ അവർക്കൊപ്പം ആ കാരാഗൃഹത്തിന്റെ കമ്പിവേലിക്ക് അപ്പുറത്ത് പോയി നിൽക്കാൻ തയ്യാറാകുന്നുണ്ട് എങ്കിൽ, ഏതു നരകത്തിൽ പോയി വീണാലും ആ നരകം അനീതിയുടേതാണ് എങ്കിൽ അവിടെ നിന്ന് കൈപിടിക്കാൻ നമ്മളിൽ ഒരാളെങ്കിൽ ഒരാൾ അവിടെ പോയി നിൽക്കുമെന്ന് പറയുന്നത് നമുക്ക് നൽകുന്ന സാമൂഹ്യ സുരക്ഷിതത്വം എത്രയോ വലുതാണ്. അതിൽ നമ്മൾ അഭിമാനിക്കേണ്ടതുമാണ്. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഈ സംഭവ വികാസങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് മാധു. ഓക്കെ, അതായത് എനിക്കിതിൻ്റെ അകത്തൊരു വലിയ അത്ഭുതം തോന്നിയത്, മുൻപ് ഈ കേരള നാട്ടിൽ ഇതേ സന്യാസിനികളെ തന്നെ അപമാനിക്കുന്ന വിധത്തിൽ കക്കുകളി നാടകം അരങ്ങേറി. അന്നൊക്കെ ഞങ്ങളൊക്കെ വളരെ ശക്തമായി പ്രതിഷേധിച്ചു. അന്ന് ഇതേ സന്യാസിനിമാരെ അപഹസിച്ച ആളുകൾ തന്നെ ഇന്ന് ഈ സന്യാസിനിമാർക്ക് വേണ്ടി രംഗത്ത് വന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം അവർക്ക് മാനസാന്തരം ഉണ്ടായെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഒരു വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് ചാനൽ ചർച്ചയിൽ സംവാദമുണ്ടായി. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഈ തിന്മ നിറഞ്ഞ ചിന്തകളെ ഈ സന്യാസിനിമാരുടെ കലർന്ന മനോഭാവം മാനസാന്തരപ്പെടുത്തുമെന്ന് പറഞ്ഞു. അതിവിടെ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു. സത്യം മാത്രമേ, സ്നേഹം മാത്രമേ വിജയിക്കുള്ളൂ എന്ന് അത് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും തിരിച്ചറിയുന്നു എന്നതിൽ വലിയ സന്തോഷം. ശരി, ഫാദർ ഫിലിപ്പ് കവീൽ. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രാഷ്ട്രീയ അവകാശവാദങ്ങൾ വളരെ വലുതാണ്.
എന്തുകൊണ്ടാണ് കേരള ഘടകത്തിന് ഛത്തീസ്ഗഡ് BJP ഘടകത്തിൽ നിന്ന് വിഭിന്നമായ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് ഇപ്പോൾ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിനടക്കം ഈ കാര്യത്തിൽ ഇടപെടേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് ഒരു വലിയ സമ്മർദ്ദം അവിടെ രൂപപ്പെടുത്താൻ കഴിഞ്ഞത് എന്നുള്ളതൊക്കെ വ്യക്തമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം കേരളത്തിൽ ആകെ എമ്പാടും ബിഷപ്പുമാരടക്കം തെരുവിലിറങ്ങി വാമൂടിക്കെട്ടി സമരം നടത്തേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുന്ന രീതി വേറെയാണ് എന്ന ജാഗ്രത എന്ന മുന്നറിയിപ്പ് വളരെ ലൗഡായിരുന്നില്ലേ? കാവി കളസം ഇട്ടുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അട്ടിമറിക്കാൻ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ, അതിൽ കുറേ ആളുകൾ കോൺഗ്രസ്സിലാണ്, കുറേ ആളുകൾ BJPയിലാണ്. ഛത്തീസ്ഗഡിൽ 35 MLAമാർ കോൺഗ്രസ്സിനുണ്ട്. ഛത്തീസ്ഗഡിൽ ഒരു പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ്സിനുണ്ട്. രാഹുൽ ഗാന്ധിയുടെ കൂടെ 100 MPമാർ പാർലമെൻറ്റിലുണ്ട്. ഒരെണ്ണം പാർലമെൻറ്റിന് മുന്നിൽ വന്നിട്ട് ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചോ? UDFൻ്റെ സമരം, മലയാളിയുടെ സമരം, ഇത് മലയാളികളായ 2 കന്യാസ്ത്രീകൾ ജയിലിൽ കിടന്ന വിഷയമല്ല. ഇന്ത്യൻ ഭരണഘടന അട്ടിമറിച്ചുകൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു. 2 കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയതോടുകൂടി നാളെ രാവിലെ മുതൽ ഇന്ത്യൻ ഭരണഘടന തിരിച്ചു വന്നിരിക്കുന്നു. ഭരണഘടനയിലെ 25ാം വകുപ്പ് പ്രകാരം മതന്യൂനപക്ഷങ്ങൾക്കെല്ലാം ഈ രാജ്യത്ത് സ്വതന്ത്രമായി അവരുടെ അവകാശപ്രകാരം വിശ്വസിക്കാനും പ്രവർത്തിക്കാനും അവകാശം തിരിച്ചു വന്നിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കണോ? ഇനി നമ്മുടെ രാജ്യത്തിനകത്ത് ഒരു ഘോഷയാത്ര നടത്തുമ്പോൾ മറ്റൊരു വിഭാഗക്കാരുടെ ആരാധനാലയങ്ങൾ ഇനി പടുതയിട്ട് മൂടേണ്ടതില്ല എന്നൊരു തീരുമാനം വന്നു എന്ന് ഞാൻ വിശ്വസിക്കണോ? ഈ രാജ്യത്തെ ഭരണകൂടം ഏതെങ്കിലും ഒരു കേസെടുത്തു കഴിഞ്ഞാൽ കേസെടുക്കപ്പെട്ട പ്രതിയുടെ വീട് ബുൾഡോസർ കൊണ്ട് ഇടിച്ച് നിരത്തുന്ന ഒരു ഇന്ത്യ ഇനി ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കണോ? ആരാധനാലയത്തിൻ്റെ അടിയിൽ ശിവലിംഗം കൊണ്ടുവന്ന് തപ്പി നടക്കാൻ കോടതി ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കണോ? അത് അവസാനിച്ചു എന്ന് വിശ്വസിക്കണോ? നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതിയിലടക്കം ചില കേസുകൾ വിധി വരികയും ആ വിധിയിൽ സംഘപരിവാരത്തിന് അനുകൂലമായി വിധിന്യായം വന്നാൽ ആ ജഡ്ജിമാർ നമ്മുടെ രാജ്യത്തെ ഗവർണർമാരാകെ മാറാൻ പോകുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കണോ? അതിൽ കുറേ ജഡ്ജിമാർ നമ്മുടെ രാജ്യത്തിൻ്റെ രാജ്യസഭയിൽ BJPയുടെ കൂടെ പോയി ഇരിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കണോ? അതുകൊണ്ട് 2 കന്യാസ്ത്രീകളുടെ ജാമ്യം കിട്ടിയതോടുകൂടി കുറേ ആളുകൾ തുള്ളിച്ചാടുന്നു, കുറേ ആളുകൾ മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നു, കുറേ ആളുകൾ കേരളത്തിലെന്തോ സംഭവിച്ചു എന്ന് പറയുന്നു, ചന്ദ്രശേഖർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥ പ്രശ്നം എന്താ? ഒരു മുതലെടുപ്പിൻ്റെ പ്രശ്നമില്ല, ഒരു മുതലെടുപ്പിൻ്റെ പ്രശ്നമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനും ഇടതുപക്ഷ ജനാധിപത്യത്തിനും നമ്മുടെ കേരളത്തിൽ നിന്നും ഒരു 6 MPമാർ ഇടതുപക്ഷത്തിന് ജോസ് കെ മാണിയും ജോൺ ബ്രിട്ടാസും അടക്കമുള്ളവർ പോയിട്ടുണ്ട്, സന്തോഷ് കുമാറും അടക്കമുള്ളവർ പോയിട്ടുണ്ട്. 6 MPമാർ അവർ നടത്തിയ വീറുറ്റ പോരാട്ടം പോലെ എവിടെ പോയി രാഹുൽ ഗാന്ധി? എവിടെ പോയി രാഹുൽ ഗാന്ധി? ഇവിടെ കോടതിയുടെ വാതിക്കൽ ആരാണ്ട് പോയതോടുകൂടി കോടതി അങ്ങനെ വറച്ചുപോയി. ഇതല്ലേ BJPക്കാർ പറയണത്? ഇന്ത്യ രാജ്യത്തൊരു പ്രതിഷേധം ഉണ്ടോ? മലയാളിയുടെ പ്രശ്നം. കുറേ MPമാർ അവിടെ പോയിട്ട് മലയാളിയുടെ പ്രശ്നം. ഞങ്ങൾ പറയണത് 500-ലേറെ പീഡനങ്ങളാണ്, കടന്നാക്രമണങ്ങളാണ് ക്രൈസ്തവ സഭയിൽപ്പെട്ടവർ ഒരു കൊല്ലം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ ഇതുണ്ടാവില്ല എന്ന് പറയാൻ അമിത്ഷയുണ്ടോ? നാളെ ഇതുണ്ടാവില്ല എന്ന് പറയാൻ മോദി ഉണ്ടോ? നാളെ ഇതുണ്ടാവില്ല എന്ന് പറയാൻ BJP ഉണ്ടോ? BJPയെ കൊണ്ട് പറയിപ്പിച്ചോ? ക്രൈസ്തവരെ സംബന്ധിച്ച് ക്രിസ്തുദേവൻ കുരിശിലേക്ക് കയറിയതാ. എന്തിനാ കുരിശിലേക്ക് കയറിയത്? എന്താ നാളെ സംഭവിക്കാൻ പോകുന്ന അറിയാതെയാണോ കുരിശിലേക്കുള്ള യാത്ര, യേശുദേവന്റെ യാത്ര? അതുകൊണ്ട് തന്നെ ക്രൈസ്തവർ പീഡനമൊക്കെ കണ്ടവരാ. ക്രൈസ്തവർ പീഡനമൊക്കെ കണ്ടവരാ. ആ പീഡനം കണ്ടവർക്കൊരു ജാമ്യം, ഒരു രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാക്കി കൊടുത്തൊരു ജാമ്യം, അമിത്ഷാ ഉണ്ടാക്കി കൊടുത്തൊരു ജാമ്യം, അതിന് കൂട്ടുന്ന കുറേ പേര്. ഇതല്ല കാര്യം. നാളെ എന്തെന്നുള്ള ചോദ്യം. ഒരു കൂട്ടം ഭീകരവാദികളെ, കാവി ഭീകരവാദികളെ ഇന്നലെ ജയിലിൽ നിന്ന് തുറന്നു വിട്ടു. ആരാ? പ്രജ്ഞാ സിംഗ് ഠാക്കൂർ, കേണൽ പുരോഹിത്. എന്തിനാ? മുസ്ലിങ്ങളാണ് ഭീകരവാദികളെന്ന് പറയാൻ കള്ള ബോംബ് വെച്ച കേണൽ പുരോഹിതും കുറേ ആളുകളും അവരെ തുറന്നു വിട്ടു. കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചോ? കേസിൽ നിന്ന് ഇല്ലാതെയാക്കിയോ? കള്ളക്കേസ് പിൻവലിച്ചോ? ഏതെങ്കിലും തരത്തിൽ ഈ തെറ്റായ പ്രവർത്തനം നടത്തി കന്യാസ്ത്രീകളെ തടഞ്ഞു വെച്ച ബജരംഗദളിന്റെ പേരിൽ ഛത്തീസ്ഗഡ് പോലീസ് കേസെടുത്തോ? ഇവിടെ പറഞ്ഞല്ലോ, അവിടുത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന മാന്യൻ 2 തവണ പ്രസ്താവന ഇറക്കി ഈ കന്യാസ്ത്രീകൾക്കെതിരെ കേസിനെ ന്യായീകരിച്ച്. ഇതൊക്കെ ചെയ്ത BJP അല്ലേ? ആ BJPയെ കുറിച്ച് മിണ്ടാതെ, അവിടുത്തെ ഭരണകൂടത്തെക്കുറിച്ച് മിണ്ടാതെ അമിത്ഷായായിട്ട് ചർച്ച നടത്തിയ ഒത്തുതീർപ്പുകാർ കുറേ UDFകാർ. കേരളത്തിലൊഴിച്ചുള്ള ഒരൊറ്റ കോൺഗ്രസ്സുകാരനും പരാതിയില്ല.
കേരളത്തിലൊഴിച്ചുള്ള ഒരൊറ്റ രാഹുൽ ഗാന്ധിയുടെ അനുയായിക്കും പരാതിയില്ല. ഇവിടുന്ന് കുറേ MLA പോകുന്നു, ഇവിടുന്ന് കുറേ UDF MP പോകുന്നു. ദേശീയമായ നിലപാടുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇന്ത്യ രാജ്യത്തെ മനുഷ്യരോട് പറയുകയാണ്, ദേശീയമായൊരു നിലപാട് വേണം. ഭരണഘടന നാളെയുണ്ടോ? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. ശരി, പാർലമെന്റിലടക്കമുള്ള പ്രതിഷേധങ്ങൾ കോൺഗ്രസിന്റെയും ഒപ്പം LDF-ലെയും ഒക്കെ എംപിമാർ സംയുക്തമായും നടത്തിയതാണ്. പാർലമെന്റിൽ പ്രതിഷേധം നടത്തുമ്പോൾ അതിന് ദേശീയ മാനമുണ്ട് എന്നുള്ളതാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. എംപിമാർ തന്നെയാണ് പോവുകയും ചെയ്തത്. ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. അത് ജാമ്യം ഒപ്പോസ് ചെയ്യില്ല, പോലീസ് അത് ഒപ്പോസ് ചെയ്യില്ല എന്ന് ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മുടെ യൂണിയൻ ഹോം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട് ഇത് വേഗം നടക്കും. ഞാനൊരു എന്നോട് ടൈം ലൈൻ ഒന്നും ചോദിക്കരുത്. കാരണം നമ്മൾ മിനിഞ്ഞാന്ന് കണ്ടതാണ് ഒരു ഡിസ്ട്രിക്ട് കോർട്ട് സെഷൻ വൈകിയാണെങ്കിലും നീതി ലഭിച്ചു എന്നുള്ള ഒരു വിചാരവും വികാരവുമാണ് ഞങ്ങൾക്കുള്ളത്. ഇതിനുവേണ്ടി ആത്മാർത്ഥമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞ വാക്ക് പാലിച്ചു എന്നുള്ളതിൽ ഞങ്ങൾ മതി. ശ്രീ JP മാസ്റ്റർ, ഇപ്പോൾ മാതൃഭൂമിയിൽ വന്ന പാനലിസ്റ്റ് എന്തായാലും കള്ളം പറഞ്ഞിട്ടില്ല. നിങ്ങൾ സംസ്ഥാനത്ത് മറ്റെല്ലാ മലയാളം ന്യൂസ് ചാനലുകളിലേക്കും കള്ളം പറയാനാണോ പാനലിസ്റ്റുകളെ പറഞ്ഞു വിട്ടത്? മാധു കഴിഞ്ഞൊരു 10-38 മിനിറ്റ് എനിക്ക് തന്നു എന്ന് പറഞ്ഞ് മാധു ഇങ്ങനെ ക്ലാസ് എടുക്കുകയായിരുന്നു. ആ ക്ലാസ് എന്താണെന്നറിയോ പ്രേക്ഷകർക്കും എനിക്കും ജഡ്ജിമാർക്കും എടുത്തത്? ബാഹ്യ സമ്മർദ്ദത്തിൽ നമ്മളൊന്നും വഴങ്ങാൻ പാടില്ല. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുമ്പോൾ നിങ്ങൾ നേരെ എൻ്റെ വായ കയറിയിരിക്കും. പക്ഷേ ഒരു ബാഹ്യ സംസാരം ഒരു ആങ്കറെ എത്രത്തോളം സ്വാധീനിക്കും? സൂര്യൻ്റെ കീഴിൽ നടക്കുന്ന സകലതിനെയും ഒരാൾ ചാനലിൽ വന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഇടപെടാൻ പോലും കഴിയാതെ നിശബ്ദരായി നോക്കിയിരിക്കേണ്ടി വരുന്ന ആളുകൾ മറ്റുള്ളവർക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഇത്തരം സമ്മർദ്ദങ്ങൾ നമ്മളെയും കൂടി എങ്ങനെ സ്വാധീനിക്കുന്നു എന്നൊന്ന് പഠിക്കുന്നത് നന്ന് എന്നൊരു അഭ്യർത്ഥന വിനയപൂർവ്വം എനിക്കുണ്ട്. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. സ്വാഭാവികമായിട്ടും വ്യക്തിപരമായി പൂർത്തിയാക്കട്ടെ. തുടങ്ങിയോ നിങ്ങൾ? അല്ല, രണ്ടാമത്തേത് വ്യക്തിപരമായി പറഞ്ഞ ഒരു കാര്യം അതിൻ്റെ മെറിറ്റ് ബോധ്യപ്പെട്ട ആഭ്യന്തരമന്ത്രി MP-മാർക്കും മറ്റുള്ളവർക്കും ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അത് ആഭ്യന്തരമന്ത്രി വെളിപ്പെടുത്താത്തിടത്തോളം കാലം മറ്റുള്ളവരെ അറിയിപ്പായിട്ട് മാത്രമേ പരിഗണിക്കാൻ പറ്റുകയുള്ളൂ. മാധു ഒന്ന്. രണ്ടാമത് ഇവിടെ ഇപ്പം ചർച്ചയിൽ വന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ആളാണ്, എൻ്റെ സുഹൃത്ത്, പഴയകാല പ്രവർത്തനം കൂടി അദ്ദേഹം പറഞ്ഞു. ആൾക്കൂട്ട വിചാരണ നടന്നു. ശ്രീ TP ജയചന്ദ്രൻ വ്യക്തിപരമായി പറഞ്ഞൊരു കാര്യം ആഭ്യന്തരമന്ത്രി പറയാത്തിടത്തോളം അതിനെ അറിയിപ്പായി കാണാൻ പറ്റുകയുള്ളൂ എന്നല്ല അങ്ങ് നേരത്തെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞത് UDF-ന്റെ എംപിമാരല്ലേ, അത് ഞങ്ങൾ നിഷേധിച്ചു എന്നാണ് പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞത് നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനാ. നിഷേധിക്കുവോ? ഞാൻ പറഞ്ഞ വാക്ക് മാധു, ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല. ഞാൻ ഒരു ചാനലിൽ അങ്ങയുടെ സംസ്ഥാന അധ്യക്ഷൻ ഓൺ ചെയ്തു. മാധു അല്ല മാധു, ഞാൻ പറഞ്ഞിട്ട് മാധു ഒന്ന് നോട്ട് ചെയ്തോളൂ, എല്ലാം എഴുതി വെച്ചോളൂ. നിങ്ങൾ ചോദിച്ച ചോദ്യം ഞാൻ ഉത്തരം പറഞ്ഞിട്ട് നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ. എൻ്റെ വായ കയറില്ല. ചോദിച്ച കുറേ കാര്യങ്ങൾ മാധു നേരിട്ടിട്ടില്ലേ, അതൊന്ന് ഞാനൊന്ന് പരാമർശിച്ചോട്ടെ എനിക്ക് തരുന്ന സമയത്ത്. അതിൽ ഇങ്ങനെ നിങ്ങൾ കയറി എൻ്റെ വായ കയറി ഇരിക്കല്ല. ഒന്ന് പരസ്പര വിരുദ്ധമായിട്ട് ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ എൻ്റെ സുഹൃത്തിനോട്. അല്ല സർ, ഈ ബജരംഗ് ദളുകാർ ആൾക്കൂട്ട വിചാരണ നടത്തിയിട്ടുണ്ടെങ്കിൽ 35 MLA-മാരില്ലേ ഛത്തീസ്ഗഡിൽ? ഇത് രക്ഷപ്പെട്ടു പോകലാണ്. അങ്ങ് പറഞ്ഞതിനെ ഖണ്ഡിക്കുന്ന അങ്ങയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ബൈറ്റ് അടക്കം ഞാൻ പറയുമ്പോൾ അങ്ങ് ബജറംഗ് ദളിന്റെ കാര്യമാണ് പറയുന്നത്. അങ്ങേക്ക് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ഉറപ്പ് നൽകിയതിനെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച് ഒന്നും പറയണില്ലേ? അങ്ങ് നിഷേധിച്ചുവായിരുന്നു അത്. അങ്ങനെയായിരുന്നെങ്കിൽ മാധു ഈ ചോദ്യം ചോദിക്കുമ്പോൾ മാധു അവരെ തടസ്സപ്പെടുത്തേണ്ടിയിരുന്നു. മാധു ഇവർ ഈ ചോദ്യം ചോദിക്കുമ്പോൾ മാധു തടസ്സപ്പെടുത്തിയിരുന്നെങ്കിൽ തടസ്സപ്പെടുത്തണമായിരുന്നു. അവർ ഈ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയാനുള്ള ധാർമ്മിക ബാധ്യത എനിക്ക്. അല്ല, അങ്ങ് പറഞ്ഞതിന് ഉത്തരമെങ്കിലും അങ്ങ് ആദ്യം പറയൂ, എന്നിട്ടല്ലേ അവരുടെ ചോദ്യത്തിന് ഉത്തരം. അങ്ങ് പറഞ്ഞത് നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി അങ്ങനെ പറഞ്ഞു എന്ന് BJP-യുടെ കോൺഗ്രസിന്റെ MP പറഞ്ഞത് ഒരു പക്ഷേ കളവായിരിക്കും. നിങ്ങൾ അതിനെ ഓൺ ചെയ്യുന്നില്ല. അങ്ങയുടെ സംസ്ഥാന അധ്യക്ഷൻ ഓൺ ചെയ്യുന്ന ബൈറ്റാണ് ഞാനിപ്പോ കേൾപ്പിച്ചത്. അങ്ങേക്ക് വല്ലതും പറയാനുണ്ടോ അതിൽ? അല്ല മാധു, ഞാൻ പറഞ്ഞത് മാധു സമയം കിട്ടുമ്പോ ഒന്ന് റീവൈൻഡ് ചെയ്ത് കേൾക്ക്. മാതൃഭൂമിയുടെ ലൈബ്രറി പോയിട്ട് ഞാൻ പറഞ്ഞതൊന്നും മാധു റീവൈൻഡ് ചെയ്ത് കേൾക്ക്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അല്ല എന്നെ വിളിക്കുന്നത് എന്ന് മാധുവിന് അഭിപ്രായമുണ്ടോ? ഞാൻ ഇത് പറയണ്ടേ? അങ്ങനെയാണെങ്കിൽ വസ്തുതാപരമായ പിശകുണ്ടെന്നാണ് ഞാൻ ബൈറ്റ് അടക്കം ചൂണ്ടിക്കാണിച്ചത്. അങ്ങേക്ക് അതിൽ മറുപടി പറയാൻ പറ്റില്ല അല്ലേ? അങ്ങേക്ക് അതിൽ മറുപടി പറയാൻ പറ്റില്ല.
ഞാൻ പറഞ്ഞ മറുപടി മാധു പോയിട്ട് ലൈബ്രറി ഒന്ന് പരിശോധിച്ചിട്ട് നാളെ നമുക്ക് വീണ്ടും ഇരിക്കാൻ നാളെ ഈ വിഷയത്തിൽ അങ്ങേ തന്നെ ചർച്ചയ്ക്ക് തരികയും ഈ വിഷയം ചർച്ച ചെയ്യുന്നതാണ് നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അങ്ങ് പറഞ്ഞു നിങ്ങളുടെ ആഭ്യന്തരമന്ത്രി അങ്ങനെ പറഞ്ഞു എന്ന് മറ്റ് എംപിമാർ പറഞ്ഞതുകൊണ്ട് അത് ഓൺ ചെയ്യുന്നില്ല എന്ന് നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. അങ്ങ് ഓൺ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതാണ് പ്രേക്ഷകരടക്കം കേൾക്കുന്ന ബൈറ്റ് ഞാൻ കേൾപ്പിച്ചത്. ഓൺ ചെയ്യുന്നുണ്ടോ? അങ്ങ് ഒച്ചപ്പാടുണ്ടാക്കിയാൽ അത് മറുപടി ഇല്ലാത്തതുകൊണ്ടാണെന്ന് നാട്ടുകാർ കരുതും. വാർത്തയോടുള്ള നിങ്ങളുടെ ആധിപത്യത ഞാൻ കണ്ടില്ലല്ലോ. നിങ്ങൾ എന്തിനാ ഞാൻ ഉത്തരം പറയാൻ ശ്രമിക്കുമ്പോൾ എന്റെ വായ കയറിയിരിക്കുന്നു? തുടക്കം മുതൽ നോക്കൂ. അങ്ങ് ഈ വായിൽ കയറിയിരിക്കുന്നു എന്ന പ്രയോഗം കുറച്ചേറെ നടത്തുന്നു. ഞാൻ എവിടെയും കയറിയിരിക്കുന്നില്ല. ഞാൻ ആരുടെ വായിൽ കയറിയിരിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. അങ്ങ് ശരി, ഒരു പ്രാദേശിക പ്രയോഗം എന്ന നിലയ്ക്ക് 1, 2, 3, 4 തവണ ശരി, ഞാൻ അങ്ങയുടെ വായിലൊന്നും കയറിയിരിക്കുന്നില്ല. അല്ല, നല്ല ഭാഷയിൽ സംസാരിച്ചാൽ മതി എല്ലാവരും. നമുക്കൊക്കെ രാഷ്ട്രീയം ഉണ്ടാകാം, പക്ഷേ ആങ്കറുടെ കസേരയിൽ ഇരുന്ന് ഈ വൃത്തികേട് കാണിക്കരുത്. ഞാൻ ആങ്കറുടെ കസേരയിലായിരിക്കുന്നത് അങ്ങേക്ക് അറിയാം അല്ലേ? അങ്ങയുടെ വായിലല്ല. അല്ല, അത് ഇതുവരെ മാധു പോയിട്ട് തോന്നുന്നു റിവൈൻഡ് ചെയ്ത് കേട്ടു നോക്ക്. എന്റെ വായിലാണോ നിങ്ങൾ ഇരുന്നത് ആങ്കറുടെ കസേരയിലാണോ എന്ന്? ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, ഞാൻ ആങ്കറുടെ കസേരയിലാണ് ഇരിക്കുന്നതെന്ന് അങ്ങേക്ക് അറിയാം. അങ്ങ് കുറച്ചുകൂടി നല്ല ഭാഷയിൽ സംസാരിക്കണമെന്നാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. അങ്ങ് പറഞ്ഞ കാര്യമാണ് ഞാൻ അങ്ങ് തുടക്കത്തിൽ അങ്ങയുടെ ഊഴത്തിൽ ഏതാണ്ട് 18 മിനിറ്റ് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങയുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞില്ലേ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി സംസ്ഥാനം ഇടപെടില്ല എന്നതടക്കം കാര്യം പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോ എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വന്ന് പറഞ്ഞോ? എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വന്ന് പറഞ്ഞോ? എന്ന് NK പ്രേമചന്ദ്രനല്ലേ പറഞ്ഞത്? അത് ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. NK പ്രേമചന്ദ്രൻ മാത്രമല്ല പറഞ്ഞത്, അങ്ങയുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണെന്ന് അങ്ങേക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ഞാൻ അങ്ങയുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ബൈറ്റ് ഇവിടെ എടുത്ത് കേൾപ്പിച്ചു. അങ്ങേക്ക് അതിനെ പറ്റി പറയാനില്ല. അപ്പൊ പറയാണ് രഹസ്യമായി പേഴ്സണലായി പറഞ്ഞ കാര്യത്തെ അറിയിപ്പ് എന്ന രീതിയിൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എന്ന്. എന്തൊരു തന്ത്രമാണ്, എന്തൊരു കുതന്ത്രമാണിത്. മുട്ടാപ്പോക്ക് പറയാ, നട്ടപ്പാതിരയ്ക്ക് പച്ച പകലാണെന്ന് പറയാ, നാട്ടുകാർ അത് വിഴുങ്ങിയിട്ടിരിക്കുമെന്ന് വിശ്വസിക്കാം. ഇവിടെ അല്ലല്ല, അങ്ങനെ രാഷ്ട്രീയ അടിമത്തം, പ്രത്യയശാസ്ത്ര അടിമത്തമുള്ളവരല്ല ചർച്ച കാണുന്നത്. രാഷ്ട്രീയമായി സംസാരിക്കാൻ കഴിയുക, അവനവന്റെ വാദം ഉന്നയിക്കുന്ന വാദത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുക, നല്ല ഭാഷയിൽ സംസാരിക്കാൻ എന്തൊക്കെയാണ് എന്നതൊക്കെയാണ് ചർച്ചകൾക്ക് വരുന്ന ആളുകൾക്ക് ചേരുന്ന സ്വഭാവം. ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, ഞാൻ അങ്ങനെ TP ജയചന്ദ്രൻ മാസ്റ്റർ എന്ന് തന്നെയാണ് അഡ്രസ് ചെയ്യുന്നത്. നിങ്ങൾ കഴിവില്ലായ്മ വരച്ചു വെക്കാൻ അത് കണ്ടു, അത് നാട്ടുകാർ കണ്ടു. അങ്ങ് പറഞ്ഞ കാര്യത്തെ ഞാൻ അങ്ങയുടെ സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകൾ ഉദ്ധരിച്ച് ഖണ്ഡിച്ചപ്പോൾ അങ്ങ് പറയുന്നു അത് അറിയിപ്പാണത്രേ എന്ന്. അത് അറിയിപ്പാണത്രേ എന്ന്. ആ അറിയിപ്പ് കൊള്ളാം മാഷേ, അത് നാട്ടുകാർ കാണും കേട്ടോ. നല്ല അറിയിപ്പാ, നല്ല കൊള്ളാവുന്ന അറിയിപ്പാ. മാധു സംസാരിച്ചപ്പോ ഒരക്ഷരം ഞാൻ പറഞ്ഞിട്ടുണ്ടോ? മാധു സംസാരിച്ചപ്പോ ഞാൻ ഇടയിൽ കയറി ഒരക്ഷരം പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഒരാൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇടയിൽ കയറാറില്ല. മറിച്ച് ഞാൻ എഴുതി വെച്ചു. ഇത് പറയാൻ തുടങ്ങുമ്പോൾ മാധുവിനെ എന്തിനാ വേദനിക്കുന്നത്? അല്ല, ഞാൻ അങ്ങ് പറഞ്ഞ കാര്യത്തിലെ അല്ല, ഞാൻ അങ്ങേക്ക് ഒരു ചോദ്യമായി വന്നത് എപ്പോഴാണ് ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ? ഞാൻ ഈ ചർച്ച തുടങ്ങി അങ്ങയോട് ഒരു ചോദ്യം ചോദിച്ചു, അങ്ങ് അതിന് മറുപടി പറയുമ്പോഴല്ല ഞാൻ പാമ്പ്ലാനി പിതാവിന്റെയും അങ്ങയുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റെയും ബൈറ്റ് പ്ലേ ചെയ്തത്. ഈ ചർച്ചയിൽ ഇടവേളയ്ക്ക് ശേഷം, രണ്ടാമത്തെ ഇടവേളയ്ക്ക് ശേഷം വന്നപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ 2 ബൈറ്റുകൾ കേൾപ്പിക്കും. അങ്ങേക്ക് ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സഹിഷ്ണുത ഇല്ലാത്തത്, അതിന് അങ്ങേക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ടാണ്. അങ്ങ് പറഞ്ഞു, അങ്ങയുടെ ആഭ്യന്തരമന്ത്രി അങ്ങ് പറഞ്ഞു ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, അങ്ങ് പറഞ്ഞു ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, അങ്ങ് പറഞ്ഞ കാര്യമാണ് ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, അങ്ങ് പറഞ്ഞ കാര്യമാണ് ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ. അങ്ങയുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത്, അങ്ങയുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് UDFന്റെ MP പറഞ്ഞതുകൊണ്ട് വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്ന് അങ്ങ് പറഞ്ഞതുകൊണ്ട് അങ്ങയുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത്, അങ്ങയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് UDFന്റെ MP പറഞ്ഞതുകൊണ്ട് വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്ന് അങ്ങ് പറഞ്ഞതുകൊണ്ടാണ് അങ്ങയുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അതേ വിവരം പറഞ്ഞത് ഞാൻ പ്രേക്ഷകരെ കേൾപ്പിച്ചത്. അപ്പൊ അങ്ങേക്ക് അത് പറയാൻ കഴിയില്ല എങ്കിൽ അങ്ങയുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ കാര്യങ്ങളെ അങ്ങ് വിലമതിക്കുന്നില്ല, അങ്ങ് അതുമായി ബന്ധപ്പെട്ട നിലപാടെടുക്കാൻ തയ്യാറല്ല, അങ്ങേക്ക് ഘടകവിരുദ്ധമായ നിലപാടാണ് ഉള്ളത് എന്ന് പറഞ്ഞു പോകേണ്ടി വരും ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.